ഇപ്പം ഞാൻ 5 ഹെർലിമെൻ്റ് ഇട്ടിക്കണം കേട്ടോ മൈലാഞ്ചി. എന്തായാലും ചുമന്നാലും ഇല്ലെങ്കിലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണ്ട്. ഈ വീഡിയോ അപ്ലോഡ് ആക്കും ചെയ്യും കേട്ടോ. ജീരകം വെച്ച് ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. സക്സസ് ആവുമോ ഫെയിൽ ആവുമോ ഒന്നും അറിയില്ല. എന്തായാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ. ഓക്കെ, ഇനി രാവിലെ കാണാം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പുറത്തുനിന്നാണ് കേട്ടോ ഇൻട്രൊഡക്ഷനൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ആരും ഒന്നുമില്ല. അപ്പോൾ വേഗം വന്ന് ഞാൻ ഇൻട്രൊഡക്ഷൻ എടുത്തതാണ് കേട്ടോ. എന്നിപ്പോൾ അകത്തുനിന്നല്ല എടുക്കുന്നത്. അപ്പോൾ പുറത്തുനിന്ന് ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, അകത്ത് നമുക്ക് പരിപാടി നടത്തട്ടോ. അതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ലേഡീസിനും യൂസ്ഫുള്ളായിട്ടുള്ളത്, ജെൻസും ബോയ്സും ഒന്നും ഇത് ഉപയോഗിക്കാത്തത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വേഗം കിടക്കട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നത് ജീരക മൈലാഞ്ചിയാണ് കേട്ടോ. നമ്മളെ നഖത്തുമ്പോൾ ഇടാൻ. ഇപ്പോൾ ഞാനിതാ പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ എൻ്റെ നഖം കിടക്കുന്ന കണ്ണില്ലേ. അപ്പോൾ നമുക്ക് ഇതുമ്മേ കളർ എങ്ങനെ അടുപ്പിച്ചാന്നില്ല വീഡിയോ ആയിട്ടായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ജീരക മൈലാഞ്ചിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോണതിൻ്റെ മുന്നേ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം തന്നെ ചെയ്യുക കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലേക്കിൽ ഓൾ ഓപ്ഷനും കൂടി എനേബിൾ ആക്കി വെക്കുക കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ ഈ കുഞ്ഞു ബ്ലോഗ് മുന്നോട്ട് പോകുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഐശു അയിമയൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പുറത്താടിയപ്പോൾ നൂലിൻ്റെ പിന്നാലെ ചാടി വന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കണില്ല. അപ്പം നേരെ നമുക്ക് നമ്മൾ അടുക്കളയിലേക്ക് പോകട്ടോ. ഓക്കേ, അപ്പോൾ നമ്മളെ ജീരക മൈലാഞ്ചിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയാം കേട്ടോ. ഈ സ്പൂണാണ് എൻ്റെ അളവ്. ഈ സ്പൂണിന് 2 ടീസ്പൂണ് ചെറിയ ജീരകം, പിന്നെ 1 ടീസ്പൂണ് ചായപ്പൊടി, പിന്നെ 2 ടീസ്പൂണ് പഞ്ചസാര കേട്ടോ. ഇവ 3 നല്ലതുപോലെ മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അത് മാറ്റി വെക്കാം കേട്ടോ. അടുത്തത് നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒരു ടിന്നിലേക്ക് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഡെക്സോലാക്ക് പറഞ്ഞ ഒരു പൗഡറിൻ്റെ ടിന്നാണ് കേട്ടോ. നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ പാലിന് പകരം കൊടുക്കുന്ന പൊടിൻ്റെ ഒരു ടിന്നാണ് ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഉള്ളത് വെച്ചാൽ നല്ല പാത്രമൊന്നും എടുത്തുകൊണ്ട് ഉപയോഗിക്കരുത് കേട്ടോ. ഇങ്ങനത്തെ ടിന്നോ പിന്നെ നിങ്ങൾ ഉപയോഗിക്കാത്തത് ആയ പാത്രം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ മിക്സ്ഡ് ഉണ്ടല്ലോ ചുറ്റും ഈ ടിന്നിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് സെൻറ്റർ ഭാഗം ഇങ്ങനെ ജസ്റ്റ് നീക്കി കൊടുക്കണേ. അപ്പോൾ ഉള്ളിലായിട്ട് നമുക്കൊരു പാത്രം വെക്കാനുള്ളതാണ്. ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തുകൊണ്ട് ഇതിങ്ങനെ നീക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ സെൻറ്റർ ഭാഗം. അതിന് ശേഷം ഞാൻ ഒരു ഗ്ലാസ് ഈ ടിന്നിന് പാകത്തിന് ആയിട്ട് ഒരു ഗ്ലാസ് എടുത്തുകൊണ്ട് സെൻറ്റർ ഭാഗത്ത് വെക്കുന്നുണ്ട്. നേരെ തന്നെ വെക്കണം കേട്ടോ, കമത്തി വെക്കരുത്. നേരെ വെച്ചാൽ മാത്രമാണ് നമ്മളെ നീരാവി അതിലേക്ക് വന്നിറങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും നേരെ വെക്കുക കേട്ടോ. അതിനുശേഷം ഈ ടിന്നിൻ്റെ മുകൾ ഭാഗത്ത് ഒരു പാത്രം വെച്ച് കൊടുക്കണം കേട്ടോ. അതിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുക്കണേ. പിന്നെ ഈ ടിന്നിൻ്റെ ഉള്ളിൽ കൂടെ ആവി പുറത്തേക്ക് വരരുത്. അപ്പോൾ അതിനനുസരിച്ചുള്ള പാത്രം അമർത്തി ടൈറ്റ് ആക്കിയുള്ള ഒരു പാത്രം തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ടൈറ്റ് കുറവുണ്ടെന്ന് തോന്നിയതുകൊണ്ട് ഒരു ചെറിയ തുണിയും കൂടി അതിൻ്റെ മുകളിൽ കൂടി ചുറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ നല്ല ടൈറ്റുള്ള പാത്രം തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. ആവി പുറത്തേക്ക് പോകരുത്. പുറത്തേക്ക് പോയാൽ നമുക്ക് അതിനുള്ള നീരാവി ഒന്നും താഴേക്ക് കിട്ടൂല കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ തീ ഓണാക്കിയാൽ മതി കേട്ടോ. ഇപ്പം ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടോ, 5 മിനിറ്റിലേറെ ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ തനുമോളെ ഫ്രണ്ട് വന്നിരുന്നേ. തനുമോള് ഞാൻ പറഞ്ഞില്ലേ, തനുമോൾ ഇപ്പോൾ സ്കൂളിൽ ആനുവൽ ഡേ ആയിട്ട് ഡാൻസ് പഠിക്കാൻ പോകും. ഇപ്പോൾ രാവിലെ പോയിട്ട് ഇപ്പോഴാണ് വരുന്നത് കേട്ടോ. കുട്ടികളെ വീട്ടിലാണ് ശനി ഞായറും റിഹേഴ്സൽ നടത്തുക. അപ്പോൾ ഇന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിലാണ് അവരെത്തിയത്. അപ്പോൾ പെട്ടെന്ന് അവരേക്കുള്ള ശ്രദ്ധ പോയി. അപ്പോൾ പെട്ടെന്ന് ഓടി വന്നുകൊണ്ട് ഞാൻ ഇനി ഇത് ഓഫ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ 5 മിനിറ്റായി. ഏകദേശമൊക്കെ വെള്ളം ഇതാക്കണ നല്ലോണം ഇങ്ങനെ കുത്തൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഒന്ന് ഓഫാക്കിയിട്ടോ. അതിലിങ്ങനെ ചെറിയ ഇതിലിങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത് ഓഫാക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം എങ്ങനെ ഉണ്ട് എന്നറിയാമല്ലോ. ആയിട്ടുണ്ട്. അതിന് നമ്മളിട്ട സാധനം കരിയണം, എന്നാലേ നമുക്ക് അതിനുള്ള നീരാവി നമ്മളെ ക്ലാസ്സിലേക്ക് വരുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓഫാക്കിയിട്ട് നോക്കാം കേട്ടോ.
അപ്പം ഏകദേശം അത് ഒന്ന് തണുപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓല് പെട്ടെന്ന് വന്നതും വരവ് ഓൽക്കില്ല വെള്ളം കലക്കി കൊടുക്കലൊക്കെ ആയപ്പോൾ ഇതിൽ പെട്ടെന്ന് മറന്നുപോയി. ഇത് ഓടി വന്നുകൊണ്ട് ഓഫാക്കിയത്. അപ്പോൾ ഒന്ന് തണുത്തിട്ടുണ്ട്. നമുക്കൊന്ന് വെല്ലം എടുത്ത് നോക്കട്ടോ അങ്ങനെ ഉണ്ട് എന്നറിയാൻ. വെല്ലം നമുക്കൊന്ന് എടുത്ത് നോക്കട്ടോ. ഇതിൻ്റെ ഉള്ള ജസ്റ്റ് ആയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇതാട്ടോ എല്ലാം ആയിട്ടുണ്ട്. ഉള്ളൊക്കെ കരിഞ്ഞിട്ടുണ്ട് തോന്നുന്നു. നമുക്കത് അതിൻ്റെ ഉള്ളിലത്തെ ഗ്ലാസും കൂടി ഒന്ന് എടുത്ത് നോക്കട്ടോ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാനൊന്ന് വെല്ലം എടുത്ത് നോക്കട്ടെ. ചൂടൊന്നുമില്ല കേട്ടോ. കരിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടി വെക്കേണ്ടി വരും. കരിഞ്ഞൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല കളറിൽ നല്ല തിക്കായിട്ടുള്ള കളറിൽ തന്നെ കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലൊക്കെ കാണില്ലല്ലോ, അത്രക്കും ഡാർക്ക് കളറിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഒന്നും കൂടി കാണിച്ചു തരാം ഇതിൻ്റെ ഉള്ളിലൊക്കെ കേട്ടോ. ഇതാട്ടോ ചൂട് ഇതാട്ടോ നല്ലോണം കരിഞ്ഞ് എല്ലാ ഭാഗം കരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോഴാണ് നമ്മളെ സാധനം റെഡി ആക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഏതായാലും ഇത് നല്ല കട്ടി കുറവാണ് ഈ ടിന്നെ. അപ്പോൾ ഇങ്ങനെ ഒരു പുകയിലേക്ക് വരുന്നതിന് കേട്ടോ. ഞാൻ ഗ്യാസുമ്മ വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് ആകെ അടിയൊക്കെ ഉരുക്കി പോകുമെന്ന് കേട്ടോ. അതുപോലെ കുഴപ്പമൊന്നുമില്ല. അത് അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ടൊക്കെ. പക്ഷെ എന്നാലും കുഴപ്പമില്ല. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇളകി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അടിയിൽ അങ്ങോട്ട് ഒട്ടി പിടിച്ച് നിൽക്കണില്ല. അതിങ്ങനെ വേറിട്ട് പോയി നിൽക്കണ കേട്ടോ. ഉണ്ടോ ഇതൊക്കെ ഇങ്ങനെ വലിച്ചാൻ കിട്ടും നോക്കി തന്നെ മോളെ. അങ്ങനെ പോന്നിട്ടുണ്ട്. അതുകൊണ്ട് സുഖത്തിൽ നമുക്ക് എടുക്കാൻ പറ്റിട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ സാധനം. ഇതിലേക്ക് നമ്മൾ ഇനി ഇത് എത്ര ഉണ്ട് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ 2 ടീസ്പൂൺ എല്ലാം ഇട്ടതിനനുസരിച്ചുള്ള ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒന്ന് കാണിച്ചു തരാം എത്ര ഉണ്ട് എന്നുള്ളത് കേട്ടോ. ഇതാട്ടോ ഞങ്ങൾ ഇതിൻ്റെ അടിയിൽ പിടിച്ചത്. ഇത്രക്കും കട്ടിക്ക് കട്ടിയായിരുന്നു കേട്ടോ. എന്നിട്ട് നമുക്ക് എത്രത്തോളം കിട്ടിയിരിക്കണം നോക്കാം. ഇത് അതിൻ്റെ അടിയിൽ നിന്ന് വേഗം ഊരിപ്പോന്ന് അടർന്ന് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. ഇതോ ഇനി കുറച്ചുള്ളൂ ഇതിൻ്റെ അടിയിൽ. ആ സൈഡ് ഭാഗത്തേ ഉള്ളൂ കേട്ടോ. കുറച്ച് ഇനി കിട്ടാൻ ബാക്കിയൊക്കെ ഇങ്ങോട്ട് അടർന്ന് പോന്നിട്ടുണ്ട്. ഇതിൽ എത്രത്തോളം നമുക്ക് കിട്ടിയിരിക്കണമെന്ന് നോക്കട്ടോ. നല്ല ഡാർക്ക് കളർ ആയിക്കണം കേട്ടോ ഗൈസ്. ഇതന്നെയാണ് ഇതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള കേട്ടോ സ്റ്റേജ് എന്ന് പറയുന്നത്. എത്രയാണ് കേട്ടോ നമുക്ക് 2 ടീസ്പൂൺ വെച്ച് കണ്ട് ഇട്ടിയപ്പോൾ കിട്ടിയത്. ഇത്രയൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ. നമുക്ക് എന്നിട്ട് ഇനി ഇത് എത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിപ്പോൾ കുറേ ആയിട്ട് മൈലാഞ്ചി ഒന്നും അങ്ങനെ ഇടലില്ല. നമ്മൾ ആ ബിഗ് ബി കൈമൊക്കെ ഇട്ട് കണ്ട് ഇതാക്കലാണ്. നയത്തമ്മൊന്നും ഇടലില്ലേ കുട്ടികളായതിന് ശേഷം കേട്ടോ. ഇന്നിപ്പോൾ ഏതായാലും ഒന്ന് നമുക്ക് ഇട്ട് നോക്കി നിങ്ങളെന്നെ കാണിക്കണ്ടേ. അപ്പം നമുക്ക് ഇട്ട് കാണിച്ചും തരാം കേട്ടോ. അപ്പം നമുക്ക് ഇതിൽ നമുക്ക് ആവശ്യത്തിനുള്ളത് എടുത്തുകൊണ്ട് ബാക്കി നമുക്ക് വേറൊരു ചെറിയൊരു കുപ്പിക്ക് ആക്കി വെക്കാം കേട്ടോ. ഒന്നായിട്ട് പൊടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് എനിക്കായാലും തനിമോക്കായാലും കുറച്ചൊക്കെ അല്ലേ ആവശ്യമുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഈ കുപ്പിക്ക് ഒന്ന് ഒഴിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത്ര എടുത്തിട്ടുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ ഞാൻ ഈ ചെറിയ ബോട്ടിലേക്ക് ആക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ എടുത്ത് ഉപയോഗിക്കാം കേട്ടോ. കണ്ടില്ലേ ഇത്രയും ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് എപ്പോഴാണ് ആവശ്യമുള്ളത് അപ്പോൾ ഇട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് മാറ്റി വെക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള മൈദ ഇട്ട് കൊടുക്കണം. അപ്പോഴേ ഉള്ളൂ നമ്മളെ നഖത്തുമ്മക്ക് ഇടാൻ പറ്റുള്ളൂ. നല്ല ടൈറ്റും ആകരുത് പറ്റ ലൂസും ആകരുത് കേട്ടോ നമ്മളെ മൈദ ഇട്ട് കൊടുക്കുമ്പോൾ. അപ്പം അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇതിലേക്ക് മൈദ ഇട്ട് കൊടുക്കേണ്ടത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് മൈദപ്പൊടിയൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് പാകം ഇങ്ങനെ നോക്കിയിട്ട് ഒന്നായിട്ട് ഇട്ട് കൊടുക്കണ്ട. ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ ടൈറ്റ് ആകും കേട്ടോ. അപ്പോൾ പിന്നെ അഥവാ മാറ്റി വെക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അതുകൊണ്ടൊരു ബുദ്ധിമുട്ടാവുക. അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ കുറച്ച് ഈച്ച ഇട്ട് കൊടുത്തുങ്ങാണ്ട് ഒന്ന് ലെവൽക്ക് നോക്കുക കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല തിക്കും വേണ്ട നല്ല ലൂസും വേണ്ട. ആ രീതിയിലൊന്ന് ഉണ്ടാക്കി ഇങ്ങനെ എടുക്കുക കേട്ടോ. അപ്പം നമ്മൾ നല്ല അടിപൊളി പരിവായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ലൂസും അല്ല നല്ല
തിക്കും അല്ല കേട്ടോ, ആ കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊന്ന് നഖത്തിലിട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമ്മൾ നഖത്തുമ്മ ഇടണം. ഞാനിപ്പോൾ ഇടണില്ല, കുട്ടികളെ ഉറക്കിയതിന് ശേഷമുള്ളൂ, രാത്രിയിലുള്ളൂ കേട്ടോ ഞാൻ നഖത്തുമ്മ ഇടുള്ളൂ. എന്നാലേ ഉള്ളൂ നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ പിടിക്കാൻ പറ്റുള്ളൂ കേട്ടോ. എന്തായാലും നല്ല കളർ കിട്ടുന്നില്ല, അത് ഷുഗറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഇനി ഞാൻ ഇത് ഇട്ടിട്ടും കൂടി ഉള്ളത് കാണിച്ചു തരാം കേട്ടോ ഈ വീഡിയോയിൽ തന്നെ. അപ്പം നമ്മളെ ക്ലാസ്സിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. ഇത് ഇങ്ങനെ ആയി വിചാരിച്ച് ആരും പേടിക്കണ്ട. ഇത് നമുക്ക് പെട്ടെന്ന് കഴുകി നമ്മളെ ഈ ഒരു സ്റ്റീലിൻ്റെ ഒരു സ്ക്രബ്ബർ ഉണ്ടല്ലോ, നമ്മൾ പാത്രമൊക്കെ കഴുകണത്, അത് വെച്ചാണ്ട് ഇത് കഴുകാൻ ഉഷാറായിട്ട് പോകും കേട്ടോ. അപ്പോൾ നമ്മൾ മൈദ വരെ ഇട്ട് കഴിഞ്ഞിട്ടോ. ഇനി രാത്രിയിലുള്ളൂ എനിക്ക് ഇടാൻ പറ്റുക, കുട്ടികൾ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഏകദേശമൊക്കെ മഹരിബാങ്ക് കൊടുക്കാനായിട്ടോ, ഞാൻ അപ്പോഴൊക്കെ ഉണ്ടാക്കണുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ഉറങ്ങി, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ സുഖമായിട്ട് നമുക്ക് ഇടാമല്ലോ. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ആ സ്റ്റീൽ പാത്രത്തിൽ നിന്ന് ഈ പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. തനിമോക്ക് ഇപ്പം തന്നെ ഇടണം എന്ന് പറഞ്ഞപ്പോഴേ, അപ്പോൾ ഓള് ഇട്ടിട്ട് അതും കൂടി കാണിച്ചു തരല്ലോ കേട്ടോ. ഇതേ പരുവത്തിലാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. പറ്റ ലൂസും അല്ല നല്ല തിക്കും അല്ലാത്ത രീതിയിലായി നമുക്ക് മൈദ ഇങ്ങനെ പാകത്തിന് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആ കുപ്പിയിൽ നിന്ന് പിന്നെ 2 ആഴ്ച 3 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് ഇത് കളർ പോകുമ്പോഴത്തേന് നമുക്ക് വീണ്ടും നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കൂടുതലായിട്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല എയറൊന്നും പോവാത്ത ഒരു ബോട്ടിലാക്കി വെക്കുക. ഒരു 2 ആഴ്ച അവളത്തോളം നമുക്ക് അത് അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇതൊന്ന് തനിമോളൊന്ന് ഇടുന്നുണ്ട് കാരണം നമുക്ക് അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മളെ തനിമോക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മളെ അവൾ കുറേ നേരമായി കാത്തിക്കണ്, നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളെ തനിമോള് ഇട്ടിക്കണേ കേട്ടോ. ഇതാ തനിമോളെ മൈലാഞ്ചിയൊക്കെ ഇട്ട് കഴിഞ്ഞിരിക്കണേ. അപ്പോൾ ഗൈസ് നമ്മളെ ക്ലാസ് ഇതാട്ടെ ഞാൻ അടിപൊളിയാക്കി വൃത്തിയാക്കിയിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല കേട്ടോ. അതാക്കണേ കേട്ടോ. അതിൻ്റെ ഉള്ളൊക്കെ ആ സ്ക്രബ്ബർ വെച്ചാൽ തന്നെ 2-3 അരുതിയപ്പോൾ തന്നെ പോയിട്ടോ. അപ്പം ഞാൻ പേടിക്കൊന്നും വേണ്ട, ക്ലാസ് കേട് വരുമെന്നില്ല കേട്ടോ. അപ്പം ഇങ്ങനെ കാട്ടിയാൽ അതും ശരിയാണ് കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ മൈലാഞ്ചി ഇട്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. അതുകൊണ്ട് അപ്പം ഞാനൊന്ന് മൈലാഞ്ചി ഇടട്ടെ കേട്ടോ. ആശുവിനെ എമിനൊക്കെ ഉറക്കിയിട്ടുണ്ട്. ഇപ്പം ഞാൻ 5 ഹെർലിമെൻ്റ് ഇട്ടിക്കണം കേട്ടോ മൈലാഞ്ചി. എന്തായാലും ചുമന്നാലും ഇല്ലെങ്കിലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ, ഈ വീഡിയോ അപ്ലോഡ് ആക്കും ചെയ്യും കേട്ടോ. എന്തായാലും നമുക്ക് രാവിലെ കാണും കേട്ടോ ചുമക്കുണ്ടോ ഇല്ലേന്നില്ലത് കേട്ടോ. ഞാനിതിന് മുന്നേ പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ജീരകം വെച്ച് ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. സക്സസ് ആവുമോ ഫെയിലാവുമോ ഒന്നും അറിയില്ല. എന്തായാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ. ഓക്കെ, ഇനി രാവിലെ കാണാം കേട്ടോ. ഇതാട്ടെ നമ്മളെ തനിമോള് മൈലാഞ്ചി ഇട്ടുകൊണ്ട് ഒരു അരമണിക്കൂറും കൂടി നിന്നില്ല, അപ്പോൾ തന്നെ ഊരിട്ടോ. ഇതാണ് അവളുടെ ചുമന്നിട്ടില്ല, ഒരു ലൈറ്റ് മഞ്ഞായിട്ടുള്ളൂ കേട്ടോ. കുറച്ച് നേരം അവൾ നിന്നിട്ടുള്ളൂ. ഇനി ഇൻ്റെതൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി കുറച്ച് നേരം ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിന് കുട്ടികൾ ഉണർന്നിട്ടോ. ഒരു അരമണിക്കൂറിൻ്റെ അടുത്തേ എനിക്ക് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ തന്നെ ഞാൻ കഴുകി കളഞ്ഞു. പിന്നെ രാവിലെയാണ് ഇട്ടത്. അപ്പോൾ അങ്ങനെ 2 പ്രാവശ്യമാക്കി ഇങ്ങോട്ട് ഇട്ടിക്കണേ. അപ്പം നമുക്ക് ഇതൊന്ന് നോക്കട്ടെ എങ്ങനെ ഉണ്ട് എന്നുള്ളതൊന്ന് നോക്കട്ടോ. ഞാൻ രാവിലെ ഇട്ടതുകൊണ്ടേ ഇത് ഇത്ര ചുമന്നിട്ടുള്ളൂ ഉണ്ടോ. ഞാൻ ഇതിന് കഴുകിയിട്ട് വരട്ടെ കേട്ടോ. അപ്പം ഇതാണ് കേട്ടോ നമ്മളെ മൈലാഞ്ചിൻ്റെ ഒറിജിനൽ കളറ്. ഒറിജിനൽ എന്ന് പറയണ്ട, എന്താ ഞാൻ അധികം സമയം ഇടാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ രാത്രിയിൽ അങ്ങനെ ഇടാനും സമയം കിട്ടില്ല. ഞാൻ രാത്രി ഇട്ടുകൊണ്ട് രാവിലെ അഴിച്ച് നോക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ രാത്രിയിലും എനിക്ക് ഇടാൻ പറ്റിയില്ല. പിന്നെ രാവിലെ കുറച്ച് നേരം ഒരു മണിക്കൂറോളം പിന്നെ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് ചുമന്നിട്ടുള്ളൂ. ഇനി സമയം എടുത്തുകൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി കളർ ഇട്ടും കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരും. അതുവരേക്കും ബൈ ബൈ.